ആത്മസമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗസ്മരണകൾ ഉയർത്തി ഇന്ന് ബലിപെരുന്നാൾ. പങ്കുവെക്കലിന്റെ മാധുര്യം പങ്കിട്ട് ഇസ്ലാം മത വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒത്തുകൂടി. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആചാരനിഷ്ഠയോടെയും സ്നേഹാശംസകൾ പങ്കുവെച്ചും വലിയ പെരുന്നാൾ. ആശംസകളുമായി പാണക്കാടെത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരെ ആഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. മൂല്യങ്ങൾ കൈവിടാതെ എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജീവിതത്തിന് തിരക്കുകൾക്കിടയിൽ നമ്മൾ പല മൂല്യങ്ങളും മറന്നു പോവുകയാണ്. അവിടെയാണ് ബലിപെരുന്നാൾ നമ്മെ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ആത്മസമർപ്പണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിനു വേണ്ടി മതം ഉപയോഗിക്കരുതെന്നും അതിന് എതിരായാണ് ഇക്കുറി കേരളം വിധിയെഴുതിയതെന്നും വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ലഹരിമരുന്നിനെതിരായ സർക്കാർ പദ്ധതി അഭിനന്ദനാർഹമെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം. നമ്മുടെ പുതിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിന്റെ വേരെറുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. ലഹരിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിദ്യാർത്ഥി യുവജനങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഓപ്പറേഷനെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ പിന്തുണക്കുകയാണ്. എറണാകുളത്തെ വിവിധ പള്ളികളിലും ഈദ് നിസ്കാര ചടങ്ങുകൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.